Hi dear students, we discussed a new topic, that is the divergence. This is a very important concept in the physics. Let us go to the definition of the divergence. Actually, we know the del operator, that is x cap dou by dou x plus y cap dou by dou y plus z cap dou by dou z. And consider a vector. V is equal to Vx x cap plus Vy y cap plus Vz z cap. Here we define the divergence of this vector. This vector may be any vector, electric field, magnetic field, velocity, whatever it may be. The divergence of this vector V can be defined as del dot V is equal to write this quantity x cap dot this dot next to this vector. Okay. X dot that will be 1, that is dou by dou x of Vx is dou Vx by dou x, x dot y, that is 0, then the remaining terms will be dou by dou y of Vy plus dou Vy of dou y plus the dot product of these two quantities, dou Vz by dou z. Therefore, the divergence of the vector can be written as divergence of the vector V can be written as dou Vx by dou x dou Vy by dou y plus dou Vz by dou z. Actually, this will be a scalar quantity. That is, divergence of a vector is a scalar quantity. Numericals ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാവും. ഇനി നമുക്കിത് ഡൈവേർജൻസിൻ്റെ ജോമെട്രിക്കൽ മീനിങ്ങിലേക്ക് പോവാം. എന്താണ് അതിന് എക്സാക്റ്റ് മീനിങ്? ഈ ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദ വെക്റ്റർ വി spreads out from a given point. ഒരു പോയിന്റിൽ നിന്ന് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്ത് വരുന്നത്, എങ്ങനെയാണ് ഡൈവേർജ് ചെയ്ത് വരുന്നത് എന്നതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ശരിക്കും ഡൈവേർജൻസ്. ഇനി നമുക്ക് ഒത്തിരി എക്സാമ്പിൾസിലേക്ക് പോവാം. നോക്കൂ, നിങ്ങളിവിടെ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ കേസിലെയും ഡൈവേർജൻസ് എന്താണെന്ന് നമുക്ക് പറയണം. ഇവിടെ ഇത് ഈ ഒരു വെക്റ്റർ, വെലോസിറ്റി വെക്റ്റർ ആവാം, ഇലക്ട്രിക് ഫീൽഡ് ആവാം, മാഗ്നറ്റിക് ഫീൽഡ് എന്തോ ആവാം, എനി വെക്റ്റർ that is diverging from the particular point. Okay. ഇവിടെ ഇതൊരു പോസിറ്റീവ് ഡൈവേർജൻസ് ആണ്. ദിസ് ഈസ് പോസിറ്റീവ് ഡൈവേർജൻസ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ ഇതിന് കൂടി വരികയാണ് ചെയ്യുന്നത്. വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റി വെക്റ്ററിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഡൈവർജൻസ്, പോസിറ്റീവ് ഡൈവർജൻസ്. ഈ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമുക്ക് അതുപോലെ ഒരു പോയിന്റിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഫീൽഡ്, both the direction and magnitude of this vector is same. Therefore, this has a zero divergence. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. തേർഡ് എക്സാമ്പിൾ. അപ്പോൾ ഇതും എന്താണ്? പോസിറ്റീവ് ഡൈവർജൻസ് ആണ്. ഇനി നമുക്കിതിനെ നേരെ തിരിച്ച് നോക്കാം.
അതായത് ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പോയിന്റ് ആണെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ കൺവേർട്ട്. ഇത് നെഗറ്റീവ് ഡൈവർജൻസ് ആണ്. ദിസ് ഈസ് എ കേസ് ഓഫ് നെഗറ്റീവ് ഡൈവർജൻസ്. ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ചെറുതായിട്ട് വരികയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ നിശ്ചലമായി നിൽക്കുന്ന ഒരു കുളത്തിലേക്ക്, ഇതിൽ വെള്ളമുള്ളൊരു കുളമാണ്, പോണ്ട്. ഇതിലേക്ക് നമ്മളൊരു കല്ല് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണം സെൻറ്ററിലേക്ക്. കല്ല് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലുണ്ടാകുന്ന വാട്ടർ വേവ്സ്, ഇത് നോക്കൂ നിങ്ങൾ, വാട്ടർ വേവ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൂടി 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 വരും. ഇതും ഒരു പോസിറ്റീവ് ഡൈവർജൻസ് ആണ്. ഇനി വേറൊരു എക്സാമ്പിളൂടെ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ടാങ്കിലേക്ക് അല്ലെങ്കിൽ ഒരു ബീക്കറിലേക്ക് നമ്മളൊരു പൈപ്പ് തുറന്നു വിടുക. ഇതിലൂടെ വെള്ളം ഇങ്ങനെ ചീറ്റി വരും അല്ലേ. അപ്പോൾ ഇവിടെ ഇതിലേക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ ലെവൽ ഇങ്ങനെ കൂടി കൂടി വരും. ഇവിടെ ഒരു ഹോളുണ്ടെങ്കിൽ ഈ വെള്ളം എന്താവും, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ റീജിയൻ നമുക്ക് പറയാം ദിസ് ഈസ് ഈ പോയിന്റിലെ പോസിറ്റീവ് ഡൈവേർജൻസ് എന്ന് പറയാം. ഇവിടെയോ സിങ്കിൻ്റെ ഈ ഭാഗം, ഇവിടെ വെള്ളം കൂടി ഈ ഈ ഹോൾസിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണല്ലോ, ഇവിടെ കൺവേർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ഇതേപോലെയല്ല, ഇവിടെ നമുക്കുള്ളത് നെഗറ്റീവ് ഡൈവർജൻസ്. ഇതാണ് ഡൈവേർജൻസിൻ്റെ ഫിസിക്കൽ മീനിങ്. ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്തിട്ട് വരിക, സ്പ്രെഡായിട്ട് വരിക. നമ്മളിനി എത്ര ന്യൂമറിക്കൽസ് ചെയ്യാൻ പോവാണ്. അതിലൊന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ ഡൈവേർജൻസ് ഓഫ് വെക്ടർ വി എ ഇസ് ഈക്വൽ ടു എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ വൈ ക്യാപ്പ് പ്ലസ് സെഡ് സെഡ് ക്യാപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെക്ടർ വി ബി ഇസ് ഈക്വൽ ടു സെഡ് ക്യാപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ, വെക്ടർ വി സി ഇസ് ഈക്വൽ ടു സെഡ് സെഡ് ക്യാപ്പ്. ഇതിൻ്റെ എല്ലാത്തിനും ഡൈവേർജൻസ് കാണും. അപ്പോൾ ഒന്നാമത്തത് സൊല്യൂഷൻ, ഡൈവേർജൻസ് ഓഫ് വെക്ടർ വി എ. ഡെല്ലിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ ആദ്യം നമുക്ക് ഡോ ബൈ ഡോ എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ വൈ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് സെഡ് ക്യാപ്പ് ഡോട്ട് ഇനി ക്വാണ്ടിറ്റി എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ വൈ ക്യാപ്പ് പ്ലസ് സെഡ് സെഡ് ക്യാപ്പ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഈ രണ്ട് ക്വാണ്ടിറ്റിൻ്റെ എക്സ് ഡോട്ട് എക്സ് 1i, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മീൻസ് 1, ദിസ് ഈസ് 1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ, വൈ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1i, അഗെയിൻ 1, ഡോ ബൈ ഡോ സെറ്റ് ഓഫ് സെറ്റ്, അഗെയിൻ 1, ആൻസർ ഈസ് 3. അതായത് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇതിൽ രണ്ടാമത്തെ ചോദ്യം, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് വി ബി is equal to dou by dou x of x cap plus dou by dou y of y cap plus dou by dou z of z cap dot vb എന്ന് പറയുന്ന വെക്ടർ z cap, x dot z എന്ന് പറഞ്ഞാൽ 0, y dot z എന്ന് പറഞ്ഞാൽ 0, പിന്നെ ബാക്കിയുള്ളത് dou by dou z of z dot z. z-ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ 1 എന്ന് എടുക്കുകയാണെങ്കിൽ dou by dou z of that constant z dot z 1 ആയല്ലോ, that will be 0. therefore del dot vb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വെക്റ്റർ, ആ വെക്റ്ററിന്റെ ഡൈവേർജൻസ് 0 ആണെങ്കിൽ that vector is said to be solenoidal. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. If the divergence of to any vector
A is equal to 0, then the vector A is called solenoidal vector എന്ന് പറയാം. അല്ലെങ്കിൽ this vector A is said to be solenoidal. ഓക്കെ, ഇത് പലപ്പോഴും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടർ ഈസ് സോളിനോയിഡൽ. അപ്പോൾ സോളിനോയിഡൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസ് 0 ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ സി ഡു ആസ് എ ഹോംവർക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ഡൈവേർജൻസ് ഓഫ് ദ ഫോളോയിങ് വെക്ടർ ഫംഗ്ഷൻസ്. 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ വെക്ടറിൻ്റെ ഡൈവേർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. മറ്റ് രണ്ടും ബിയും സിയും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. വെക്ടർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എക്സ് ക്യാപ് പ്ലസ് 3x(z)² y ക്യാപ് മൈനസ് 2x(z)z ക്യാപ്. വെക്ടർ വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ എക്സ് ക്യാപ് പ്ലസ് 2yz y ക്യാപ് പ്ലസ് 3zx z ക്യാപ്. സി തേർഡ് വെക്ടർ വി സി ഇസ് ഈക്വൽ ടു y സ്ക്വയർ എക്സ് ക്യാപ് പ്ലസ് ബ്രാക്കറ്റിൽ 2xy പ്ലസ് z സ്ക്വയർ y ക്യാപ് പ്ലസ് 2yz z ക്യാപ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരാം. ഡെൽ ഡോട്ട് വി എ, that is dou by dou x of x cap plus dou by dou y of y cap plus dou by dou z of z cap dot x square x cap plus 3x(z)² y cap minus 2x(z)z cap. ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ x dot 1i dou by dou x of x square പ്ലസ് ഡിഫറൻഷിയേഷൻ നടത്തുമ്പം dou by dou y of this quantity, അതായത് y dot y 1i dou by dou y of 3x(z)² പ്ലസ് z dot z ഇവിടെ 1i, പക്ഷെ അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, നമുക്കിതിനെ മൈനസ് ആക്കാം. dou by dou z of 2xz. ഡിഫറൻഷിയേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് വരും? 2x. ഇവിടെ y ടൈം ഒന്നുമില്ല. ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് y വിൽ ബി 0. ഇവിടെ മൈനസ് ഡിഫറൻഷിയേഷൻ നടത്തുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു z 2xz, that is 2x. This is once again 2x minus 2x is equal to 0. That is del dot VA is equal to 0, which means the vector VA is solenoidal. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബ്ലംസ് ആണ്. നിങ്ങൾ ഇത് രണ്ടും വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മളത് തുടർന്ന് വരുന്ന ചാപ്റ്ററുകളിൽ ഡൈവേർജൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡൊക്കെ കാണാൻ നമ്മളോട് ചോദിക്കും. ഡൈവേർജൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കുറേ വെക്ടേഴ്സ് തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടർ ഈസ് സോളിനോയിഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡൈവേർജൻസ് എടുത്തിട്ട് 0 ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സോളിനോയിഡലാണോ അല്ലേ ആ വെക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രോബ്ലമാണ്. ഗിവൺ എ വെക്ടർ v is equal to r cap divided by r square. Find the divergence of v. അതായത് ഡെൽ ഡോട്ട് r cap by r square എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ അറിയുന്ന ഒരു റിലേഷൻ, അതായത് ആർ ക്യാപ്പിനെ നമുക്ക് മാറ്റി എഴുതാം. ദിസ് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ആർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആർ. ഇവിടെ ഈ വെക്റ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ്. ഇതിൻ്റെ ആർ ഡോട്ട് ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇത് തന്നെയാണ് ശരിക്കും എന്ത്? ആർ സ്ക്വയർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആർ, വെക്റ്റർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്.
സ്ക്വയർ റൂട്ട് എടുത്താൽ 6 വരും, വിച്ച് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഇതും ഇവിടുത്തെ ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനിലേക്ക് ഒന്ന് മാറ്റി എഴുതി നോക്കാം. ഡെൽ ഡോട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ്. ഇതിൻ്റെ ഡൈവേർജൻസ് നമുക്ക് കണ്ടാൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ. ഇതിൻ്റെ ഡൈവേർജൻസ് കാണാൻ സമാനമായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യേണ്ടി വരും? ഈ ആറിൻ്റെ സ്ഥാനത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. del dot x I cap plus y j cap plus z k cap. This vector r divided by r cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് r ആണ്. ഇതിൽ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതെന്താ ശരിക്കും ആക്ച്വലി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ പവർ 1/2 ആണ്. ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ക്യൂബ് ചെയ്താൽ ഇവിടെയും ക്യൂബ് ചെയ്യാം. ദറ്റ് ഈസ് 3/2. ഇപ്പോൾ ഈ ആർ ക്യൂബിൻ്റെ സ്ഥാനത്ത് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ പവർ 3/2. ഇനി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേഷൻ നടത്താം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇതിലേക്ക് ഈ ഒരു രൂപത്തിലേക്ക് മാറി. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡിഫറൻഷിയേഷൻ നടത്താൻ പറ്റും. ഡെല്ലിൻ്റെ സ്ഥാനത്ത് നമ്മുടെ നേരത്തെ ഡെല്ലിൻ്റെ എക്സ്പ്രഷൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ക്യാപ് ഡോട്ട് ദിസ് വൺ എക്സ് ഐ പ്ലസ് ഓക്കെ. ഇവിടെ നമ്മളെ ഐ ജെക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഐ ജെ കെ എന്ന് ഉപയോഗിക്കാം. ZK. ഇവിടെ നിങ്ങൾ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് സെഡ് ക്യാപ്പ് എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് സെഡ് ക്യാപ്പ് എന്ന് ഉപയോഗിച്ചാൽ മതി. ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ പവർ 3/2. ഇത് കണ്ടാൽ മതി. ഇപ്പോൾ ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക എന്താണ് റിസൾട്ട് വരുന്നത്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം.